എന്താണ് ഭക്ഷണത്തിന്റെ രീതി പഠിപ്പിച്ചത്? നമ്മൾ നല്ല ഫ്രൂട്ട്സുകൾ, ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മേശപ്പുറത്ത് ഇങ്ങനെ ഇരുന്നാൽ എന്ത് വേണം? നമ്മളിപ്പോൾ ഭക്ഷണത്തിന് ഇപ്പം നമ്മളെ ഭക്ഷണമൊക്കെ ഇപ്പം ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ഒന്നും ക്രമമനുസരിച്ചല്ലല്ലോ കാണാൻ. അല്ലാ, ഭക്ഷണം കൊണ്ടുപോയി വെക്കുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം ഫ്രൂട്ടുകളൊക്കെ വെക്കാം. നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാനിരുന്നാൽ നിങ്ങൾ നേര് പറഞ്ഞാണ്, നിങ്ങളൊക്കെ അനുഭവത്തിൽ നമ്മളെ ശരീരത്തിൽ നിന്ന് ആദ്യം ഭക്ഷണം കഴിക്കാൻ ആരാ? ഭക്ഷണം കഴിക്കാൻ നമ്മൾ കൈ കഴുകി വന്നാൽ ആദ്യം തുടങ്ങുക ആരാ? നമ്മളെ അവയവത്തിൽ നിന്ന് തല മുതൽക്ക് കാല് മുതൽക്ക് മൂർധാവ് വരെ ആരാ ആദ്യം ഭക്ഷണം കഴിക്കുക? ഇന്നാളൊരു സ്ഥലത്ത് വേദ പറയുമ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ കോഴി കൂകലാണോ ആദ്യം സുബൈൻ്റെ വാങ്ങ് കൊടുക്കലാണോ? ഇപ്പോൾ ഒരാൾ പറഞ്ഞു രണ്ടും കേക്ക, ഏതാ ആദ്യം നോക്കിയില്ല, ഓൻ രണ്ടും നീച്ചലില്ല, പിന്നെ ഇപ്പം അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. നമ്മളടുത്ത് കുറച്ച് വളവും യുക്തിയും ഒക്കെ ജീവിക്കാൻ നമ്മളടുത്ത് വേണ്ടി വരും. അല്ലാഹു ഖൈർ തരട്ടെ. തീരെ വളവും യുക്തി ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? നമ്മളവിടെ ഒരു മൊല്ലാക്കണ്ടേ, അയാൾക്ക് നല്ല കാണാൻ രസമുള്ളൊരു മോളുണ്ട്. അപ്പം മൊല്ലാക്ക മോളെ കല്യാണം അന്വേഷിക്കണവരോടൊക്കെ അങ്ങനെ കേട്ടില്ല. അപ്പം എന്താ, നല്ലോണം ഖുർആൻ ഓതാൻ പറ്റുന്ന ആൾക്കാർക്ക് മാത്രമേ മൊല്ലാക്ക കെട്ടിച്ചു കൊടുക്കുള്ളൂ. അപ്പോൾ ഒരു ചങ്ങായി കല്യാണം അന്വേഷിച്ച് വന്നു. ഓനോട് ചോദിച്ചു, നിന്റെ പേരെന്താന്ന് ചോദിച്ചു. എൻ്റെ പേര് യൂസുഫാണ്. ആ, എന്നാ യൂസുഫ് സൂറത്തൊന്ന് ഓദിക്കാം. ഓനെന്ത് യൂസുഫ് സൂറത്താ? ആ, അത് ഓതാൻ പോയിക്ക. ഓനെ തിരിച്ചയച്ചു. രണ്ടാമത്തോൻ പോയി. ഓനോട് ചോദിച്ചു, കല്യാണത്തിന് പോയപ്പോൾ പിന്നെ ഒരാൾ മൊല്ലാക്കാക്ക് മകളുണ്ട് കാരണം പോയി നോക്കിയതാണ്. അപ്പോൾ ഓനോട് ചോദിച്ചു, എൻ്റെ പേരെന്താ ചോദിച്ചു. എൻ്റെ പേര് യൂനുസാണ്. ആ, എന്നാ എൻ്റെ പേരിലൊരു സൂറത്തിൻ്റെ ഖുർആനിൽ അതൊന്ന് ഓദിക്കാം. ഓനിക്ക് ഓതാനറിയാം. ഇത് രണ്ടും അറിഞ്ഞിട്ട് മൂന്നാമത്തെ ഒരു ചങ്ങായി ഓനോട് ചോദിച്ചു, എൻ്റെ പേരെന്താന്ന് ചോദിച്ചു. എൻ്റെ പേര് യാസീനാണെങ്കിലും എല്ലാവരും വിളിക്കൽ കുൽവല്ലാഹുവാണ്. രക്ഷപ്പെടാനുള്ള എന്തെങ്കിലുമൊക്കെ അവനൻ്റെ കയ്യിൽ വേണ്ടേ? പേര് യാസീനാണെങ്കിലും എല്ലാവരും വിളിക്കൽ എന്താണ്? കുൽവല്ലാഹു ഓതാൻ പറഞ്ഞാൽ ജും കഴിച്ചില്ലേ? അപ്പം അതല്ല പറഞ്ഞത്. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തണത്, നമ്മളത്തെ ഒരു അത്യാവശ്യത്തിനുള്ളൊക്കെ അവനാൻ്റെ അടുത്ത് വേണ്ടേ? ഹബീബുനാ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, ഒന്ന് നമുക്ക് സമ്പത്ത് വേണം, നമ്മൾ താഴ്ന്ന കയ്യാവരുത്. രണ്ട്, നമുക്ക് ആരോഗ്യം വേണം. മറ്റൊരാൾ ഇറങ്ങുമ്പോഴത്തേന് ഒരാളെ പിടിച്ച് മറ്റോൻ താങ്ങി മറ്റോ ഉന്തി അതിന് നിൽക്കരുത്. നമ്മൾ സ്വയം ജീവിക്കാൻ ആരോഗ്യമുണ്ടാവണം. അള്ളാഹുവിന്റെ റസൂൽ അൽ മുഅ്മിനുൽ ഖവിയ്യു, അതിനെന്ത് വേണം? ഭക്ഷണം ശ്രദ്ധിക്കണം. ഒന്നാമത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയാൽ ആദ്യം ഭക്ഷണം കഴിക്കാൻ നമ്മളെ കണ്ണാണ്. ആണോ അല്ലേ? ആദ്യം ഭക്ഷണം കഴിക്കാൻ കണ്ണാണ്. നമ്മൾ കയ്യൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ മേശമ ഒന്ന് നോക്കിക്കണോ അല്ലേ? നിങ്ങളുള്ളത് പറഞ്ഞാൽ മതി, നമ്മൾ തമ്മിൽ പ്രശ്നത്തിന് നിൽക്കണ്ട. നമ്മൾ കൈ കഴുകാൻ പോകുമ്പോൾ തന്നെ ഒന്ന് നോക്കിക്കണോ? നോക്കിയിട്ടില്ലേ? അല്ലാഹു റബ്ബി കണ്ട. ആ കണ്ണിങ്ങനെ നോക്കുമ്പോൾ കണ്ണിന് വയറ് നിറയണം. ആദ്യം കണ്ണിന് വയറ് നിറയണം, അപ്പോഴാണ് കൈ അതിലേക്ക് സ്പീഡ് കൂടുക അല്ലേ? അപ്പൊ എന്ത് വേണം? ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് നിൽക്കുമ്പോൾ ആദ്യം ആ ഫ്രൂട്ടുകളൊക്കെ ആദ്യം വെക്കാം. ഇപ്പൊ നല്ല ഫ്രൂട്ട് ഉണ്ടല്ലോ. എന്താ ഫ്രൂട്ട് കഴിക്കേണ്ടത്? ആരോഗ്യമുള്ള ശരീരം കാത്തു സൂക്ഷിക്കാൻ നമ്മളെ നാട്ടിലുണ്ടാകുന്ന ഭക്ഷണം കഴിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. കേരളക്കാർ കേരളീയ ഭക്ഷണം കഴിക്കണം, കേരളീയ ഭക്ഷണം കഴിക്കണം, കേരളീയ ഫ്രൂട്ടുകൾ കഴിക്കണം. നമ്മൾ വേറെ എവിടുന്നെങ്കിലും കൊണ്ടുവന്നതല്ല, അത് എപ്പോഴെങ്കിലും വിരുന്ന് വന്നതാണ്. അത് ആഴ്ചയിൽ ഒരിക്കൽ കിട്ടിയെങ്കിൽ കഴിച്ചാൽ മതി. അതാത് നാട്ടിലെ ഭക്ഷണം. എന്തുകൊണ്ട്? കേരളക്കാർക്ക് പറ്റിയ കാലാവസ്ഥയിലുള്ള ഭക്ഷണം, അമേരിക്കക്കാരന് പറ്റിയ കാലാവസ്ഥയിലുള്ള ഭക്ഷണം, അറബികൾക്ക് പറ്റിയ കാലാവസ്ഥയിലുള്ള ഭക്ഷണം, അത് അവർക്കനുസരിച്ചാണ്. ഊട്ടിയിലെ പട്ടി പ്രസവിക്കുമ്പോൾ തന്നെ ആ കുട്ടിക്ക് ഒരു ബ്ലാങ്കറ്റോട് കൂടിയാ പ്രസവിച്ചിരിക്കണേ അല്ലേ? ഊട്ടിയിലെ പട്ടിനെ പ്രസവിക്കുമ്പോൾ തന്നെ എന്തുണ്ട്? അത് രോമാവൃതമായിട്ടാണ് കുട്ടിനെ പ്രസവിച്ചത്. അത് അവിടേക്കനുസരിച്ചാണ് കുട്ടികളുടെ ജനനം. ഇവിടുത്തെ പട്ടികൾ പ്രസവിച്ചിട്ട് ഒരൊറ്റൊന്നിനും അങ്ങനെ രോമമുണ്ടോ? എന്തുകൊണ്ട്? കേരളത്തിനനുസരിച്ച കാലാവസ്ഥയിലാണ് ഇവിടുത്തെ ജനനം, ഇവിടുത്തെ ശരീരം, ഇവിടുത്തെ പ്രകൃതി. നമ്മൾ ജനിച്ചത് ഇവിടെ, ഭക്ഷണം അമേരിക്കൻ്റെത്. നല്ലോണം രോഗം വാങ്ങി വെക്കേണ്ടി വരും. നമ്മളെ ചക്ക ഏറ്റവും നല്ല ഭക്ഷണമാണ്. ചക്ക ഫ്രൂട്ടുകളെ കൂട്ടത്തിൽ ഏറ്റവും മുന്തിയത് അല്ലേ? ഒരു ഫാമിലി ഫ്രൂട്ടാണ് ചക്ക. ചക്കനെ അല്ലാഹു തആല വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്?
അതിന്റെ ഉള്ളിലേക്ക് ഒരു സാധനത്തിന് കടക്കാൻ പറ്റില്ല. അങ്ങനത്തെ മുള്ളിന്റെ ഇതാണ് അതിന് വെച്ചിരിക്കുന്നത് അല്ലേ? അല്ലാഹു റബ്ബി. ഇനി ചക്ക മുറിച്ചു. ചക്ക എത്ര സുരക്ഷിതമാണ് ചക്കച്ചോള വെച്ചിരിക്കുന്നത്. ചക്ക മുറിച്ചു, അതിന്റെ വാസന കേൾക്കുമ്പോഴത്തേന് പല പ്രാണികളും വരും. വരുന്നതേ അറിയുള്ളൂ, പിന്നെ പോകാൻ കൂടില്ല. അപ്പത്തിന് ഒരു സൈസ് നീരുണ്ട്, അതിനെന്താ നിങ്ങളവിടെ പറയാം അല്ലേ? ആ വളഞ്ഞു വെച്ചാൽ ഒക്കെ കൂടി അല്ലേ? എന്നിട്ട് അള്ളാഹു തആല ചക്കന്റെ ചുള വെച്ചത് കണ്ടെങ്കിൽ ഒരു ചുളന്റെ ചുറ്റുഭാഗത്ത് നല്ലപോലെ പഴയ കാലത്ത് വല്യമ്മ ഉറിയിലും മോരും കുടുക്ക വെച്ച മാതിരിയാ വെച്ചിരിക്കുന്നത്. അല്ലാ, വല്ല പാലും കുടുക്ക ഉറിയിൽ വെച്ചതുപോലെ എത്ര ഭംഗിയായിട്ടാണ് ചക്കച്ചോള വെച്ചിട്ടുള്ളത്. ഈ ചക്ക മുസ്ലിമീങ്ങളെ, ഇന്ത്യക്കാരെ, കേരളക്കാരെ, കേരളത്തിലെ ജനങ്ങൾ കഴിക്കേണ്ട പഴങ്ങളിൽ അതാത് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന പഴം, അത് നിങ്ങളെ കുടലിനെ ശുദ്ധീകരിക്കും, അത് നിങ്ങളെ ആമാശയത്തെ ശുദ്ധീകരിക്കും, അത് നിങ്ങളെ രക്തം ശുദ്ധീകരിക്കും. നിങ്ങൾ ഈ നാട്ടിലെ പഴം കഴിക്കണം, നിങ്ങൾ ഈ നാട്ടിലെ പഴം കഴിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ നാട്ടിന്റെ ഭക്ഷണം കഴിക്കണം. നമ്മൾ ജനിച്ചത് കേരളത്തിലാണ്. ഇവിടുത്തെ കാലാവസ്ഥ, ഇവിടുത്തെ സ്ഥിതി അനുസരിച്ച് നമ്മൾ ഇതൊക്കെ വിട്ടു. ഇപ്പൊ ഞാനൊരു രാക്കോയായിട്ട് ഇങ്ങനെ നടക്കുന്നതാണ്. നമ്മളെ വയല് കഴിയുമ്പോൾ 11 മണിയാവും, അല്ലെങ്കിൽ 12 മണിയാവും. ഇന്നലെ കണ്ണൂരിന് അപ്പുറത്തെ മട്ടന്നൂരിന് വയല് കഴിഞ്ഞാണ്ട് ഞാൻ ഈ റോട്ടിന് ഇങ്ങനെ പോകുമ്പോൾ ഇടവണ്ണെത്തിയപ്പോൾ ആ സുബൈന്റെ വാങ്ങി കൊടുക്കണം. അപ്പൊ നമ്മൾ രാത്രി 2 മണിക്കൂർ, 2.5 മണിക്കൂർ, 3.5 മണിക്കൂർ ഒക്കെ പോകുമ്പോഴും ആൾക്കാർ പഴംപൊരി ഇറച്ചിയും തിന്നാണ്. അതിപ്പോ എങ്ങനെയൊക്കെ ഫാമിലി ആയിട്ട് വന്നിട്ട് പെണ്ണുങ്ങളും കുട്ടികളും ചിലപ്പോൾ ഉമ്മി ഒക്കെ കൂടിയിട്ട് സമയം ഇല്ല നമുക്ക്. ഏത് സമയത്തും കഴിക്കാം. എന്താ കഴിക്കേണ്ടതെന്ന് അതും കണക്കില്ല, എത്ര കഴിക്കേണ്ടതെന്ന് അതും കണക്കില്ല. എന്നിട്ടോ ഓരോരുത്തർക്കും കുറെ ആൾക്ക് ഹോസ്പിറ്റലുകാർക്ക് നല്ല കാലാവസ്ഥ, ഡോക്ടർമാർക്ക് നല്ല കാലാവസ്ഥ. നിങ്ങൾ നോക്കി, സുബ്ഹാനല്ലാഹ്, പെരിന്തൽമണ്ണയിൽ മാത്രം 12,000 ഡോക്ടർമാരുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് കേരളത്തിലുള്ള അത്ര ഡോക്ടർമാരും ഹോസ്പിറ്റലിലും ദുനിയാവിലും ഒരു സ്ഥലത്തും ഇല്ല. എന്താ മനുഷ്യരെ നമ്മൾ മനസ്സിലാക്കാത്തത്? അള്ളാഹുവിന്റെ റസൂൽ റഹ്മത്തോട് കൂടെ നമ്മളോട് സംസാരിച്ചു, നിങ്ങളെ നാട്ടിന്റെ പഴം കൊണ്ട് ഭക്ഷണം തുടങ്ങ്. നമ്മളെ നാട്ടിന്റെ മാങ്ങയുണ്ട്, നമ്മുടെ നാട്ടിന്റെ ചെരങ്ങയുണ്ട്, നമ്മുടെ നാട്ടിന്റെ വെണ്ടക്കയുണ്ട്, നമ്മുടെ നാട്ടിന്റെ വൈതനങ്ങയുണ്ട്, നമ്മുടെ നാട്ടിലെ പച്ചക്കറികളുണ്ട്. ഇതൊക്കെ നമ്മുടെ ആരോഗ്യം. അള്ളാഹുവിന്റെ റസൂല് ഒരിക്കൽ മൈമൂന ബീബിന്റെ വീട്ടിൽ പോയി. മൈമൂന ബീബിന്റെ വീട്ടിൽ റസൂലുള്ള ചെന്നപ്പോൾ മൈമൂന ബീബിന്റെ ജ്യേഷ്ഠത്തിയോ കുടുംബത്തിൽപ്പെട്ട ഒരു ഉമ്മയോ റസൂലുള്ള വന്നു എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ഭക്ഷണം കൊടുത്തയച്ചു. ആ ഭക്ഷണം കൊടുത്തയച്ചത് കുറച്ച് മാംസം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഉണ്ടല്ലോ, റസൂലുള്ള വന്നു എന്ന് പറഞ്ഞപ്പോൾ ഭക്ഷണം കൊടുത്തയച്ചതാ. ആ ഭക്ഷണം കൊടുത്തപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ആ മാംസം ഇങ്ങനെ കണ്ടപ്പോൾ മുത്തുനബി ചോദിച്ചു, ഈ മാംസം ഏതിൻ്റെതാണ്? ചോദിക്കാതെ റസൂലുള്ള കഴിക്കൂല. ഏത് ഭക്ഷണം കൊണ്ടെന്ന് വെച്ചാൽ ഇതെന്താന്ന് ചോദിക്കും. നമ്മളെ നാട്ടുകാർക്കുണ്ട് ഒരു പരിപാടി, സൽക്കാരം കുറച്ച് അധികമാകരുത്. എങ്ങനെ? ഞാൻ ചോറ് കഴിക്കായിരുന്നു, നിങ്ങൾ കൊണ്ടുവന്ന് വെച്ചു. ചോറുണ്ട്, കറിയുണ്ട്, പത്തിരിയുണ്ട്, ഇഡ്ഡലിയുണ്ട്, ചപ്പാത്തി ഉണ്ട്, ഒക്കെ ഉണ്ടായിക്കോട്ടെ, നല്ലതാണ്. ഇതൊക്കെ കൂടെ എനിക്കുള്ളതല്ല. ആണോ? ചിക്കനും ഉണ്ട്, മട്ടനും ഉണ്ട്, ബീഫും ഉണ്ട്. അത് മൂന്നും എനിക്കുള്ളതാ അല്ല. ചിക്കൻ പറ്റാത്തവർക്ക് മട്ടൻ, മട്ടൻ പറ്റാത്തവർക്ക് ബീഫ്, അത് മൂന്നും പറ്റാത്തവർക്ക് ഫിഷ്. അല്ലാതെ മുഴുവൻ ഭാര്യ തിന്നാനുള്ളതല്ല. എന്തുകൊണ്ട് നമ്മൾ രോഗികളാകുന്നു? അതേപോലെ തന്നെ ചില സൽക്കാരപ്രിയർ, അല്ലാ മുതലിങ്ങളതല്ലേ, 8 തരുന്നവന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് 2 കൈ അല്ല തന്നിക്കണേ, ഞാൻ 2 കൈയും കഴുകിയ ഭക്ഷണം കഴിക്കാതിരുന്നിക്കണേ, പിന്നെ നിങ്ങൾ ഇങ്ങനെ ഇട്ടുതരാൻ നിൽക്കണം. ഇൻ്റെ പ്ലേറ്റിക്ക് ഒരാളിടാനായിക്കൂലേ, ഇട്ടാ ഓനെ കാണെ തന്നെ എടുത്ത് അങ്ങോട്ടും വെച്ചു കൊടുക്കും. അപ്പം ഓനക്ക് പഠിക്കാം, ഇനി ഒരാളേക്ക് ഇട്ട് കൊടുക്കരുത്. എനിക്കിടാൻ മാത്രം എൻ്റെ 2 കൈയില്ലേ, നിങ്ങൾ ഇട്ട് തന്നിട്ട് വേണം. എൻ്റെ വയറിൻ്റെ അളവ് അറിയുന്നത് നിങ്ങൾക്കാണോ എനിക്കാണോ? നമ്മളിങ്ങനെ അടുത്ത് നിന്നിട്ട് കഴിച്ചോളിയാ അൽഹംദുലില്ലാ കഴിക്കണേ ഒക്കെ എന്ന് പറയലല്ലാതെ ഇട്ട് കൊടുക്കാൻ നിൽക്കേണ്ട കാര്യമല്ല. അങ്ങനൊരു സുന്നത്തില്ല. നമ്മൾ നോക്കണം. അല്ലാഹു റബ്ബി, ഒരാളെ പാകത്തിന് അയാൾ കഴിക്കും. നമ്മളെ ഭക്ഷണം കഴിക്കുന്നിടത്ത് നമ്മൾ നോക്കേണ്ട. റസൂലുള്ളാഹിക്ക് മാംസം കൊടുത്തു. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, ഇത് ഏതിന്റെ മാംസമാണ്? നബി തങ്ങളോട് പറഞ്ഞു, ഇത് ഉടുമ്പിന്റെ മാംസമാണ് നബിയേ. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ കൂടെയുള്ള ഖാലിദ് ഇബ്നു വലീദിനോട് പറഞ്ഞു, ഖാലിദേ നിങ്ങൾ കഴിച്ചോളി, ഇത് എനിക്ക് പരിചയമില്ലാത്ത മാംസമാണ്.
നബിതങ്ങൾക്ക് പരിചയമില്ലാത്ത മാംസമായതുകൊണ്ട് നബിതങ്ങൾ കഴിച്ചില്ല. ഖാലിദ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന്റെ പട്ടാളത്തിന്റെ ചീഫ് കമാൻഡർ അല്ലേ, ഹലാലാണ്, പക്ഷേ നബിതങ്ങൾ കഴിച്ചില്ല. നമ്മൾ ആരോഗ്യം കൊണ്ട് മികച്ചു നിൽക്കണം, നമ്മൾ സാമ്പത്തിക ശേഷി കൊണ്ട് മികച്ചു നിൽക്കണം. അതാണ് ഈ ഉമ്മത്ത്. ആ ഉമ്മത്ത് വിശ്വാസം കൊണ്ട് മികച്ചു നിൽക്കണം. അൻതുമുൽ അഅലൗൻ, ഓ മുഅ്മിനീങ്ങളെ, നിങ്ങളാണ് അഭിവൃദ്ധിയുള്ളവർ, നിങ്ങളാണ് പുരോഗതിയുള്ളവർ. എല്ലാം നമുക്കാ മുത്തുനബി വാഗ്ദത്തം ചെയ്തത്. ഇത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നാൽ തുടങ്ങി കഴിച്ചിട്ട് പടച്ചോനക്കിയാ അല്ലാ, തീരെ ഇനി ഒരു നിവൃത്തില്ല. ഒന്ന് ബീഫ്, മറ്റേത് മട്ടന്, മറ്റേത് ചിക്കന്, എല്ലാം കൂടിയാണ് നിറഞ്ഞു അല്ലേ. അപ്പൊ പിന്നെ ടണലില് വണ്ടി കുടുങ്ങിയ മാതിരി, ടണലിൽ വണ്ടി കുടുങ്ങിയിട്ട് എന്തായി, ആക്സിഡന്റ് ആയി. അതിൻ്റെ ഉള്ളിൽ നിന്ന് കൂട്ടക്കരച്ചിൽ കേൾക്കുക, ഇങ്ങോട്ട് വണ്ടി വരണ്ടെന്നുള്ള അർത്ഥത്തിന്. എന്ന മാതിരി നമ്മളെ ഉള്ളിൽ നിന്ന് ഇനി ഇങ്ങോട്ട് ആരെയും പറഞ്ഞയക്കരുത് എന്നുള്ള രീതിയിലുള്ള ഒരു സൗണ്ടാണ്. അപ്പം ഞമ്മക്കൊരാശ്വാസമായി, ഒരു കാടയും കൂടി. പിന്നെ എവിടുന്നാ രോഗമല്ലാതിരിക്കണത്? നിങ്ങൾ പോയി നമ്മൾ ഈ ഹോസ്പിറ്റലുകളൊക്കെ ഒന്ന് പോയി നോക്കി. ഈ മിംസ് ഹോസ്പിറ്റലിൽ 90% രോഗികൾ ആരാണ്? ഇവിടെ വേറൊരു ഹോസ്പിറ്റൽ, ഇവിടെ എന്താണ് KCTC, KMCT, ഒന്ന് പോയി നോക്കി. 90% രോഗികൾ ആരാണ്? എന്തേ നമ്മൾ പഠിക്കാത്തത്? നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിരിക്കുന്ന ആഹാരം, കേരളത്തിന്റെ ആഹാരം എവിടെ? കേരളത്തിന്റെ ഭക്ഷണ രീതി എവിടെ? നമ്മുടെ ശരീരത്തിന് കൊടുക്കേണ്ട ഉറക്കം, നമ്മുടെ ശരീരത്തിന് കൊടുക്കേണ്ട ഭക്ഷണം, നമ്മുടെ ശരീരത്തിന് കൊടുക്കേണ്ട വെള്ളം, എപ്പോഴെങ്കിലും ഒരു വിരുന്നായിട്ട് അല്ലാഹു റബ്ബി മന്തിയും കുഴിമന്തിയും ഒക്കെ വേണം. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ പോരെ. ഇപ്പം നമ്മളെ കുട്ടികൾക്ക് ഏതന്നെ വേണ്ട, മട്ടൻ വേണ്ട, ബീഫ് വേണ്ട, ഒന്നും വേണ്ട. ഏത് മതി? ഒക്കെ ചിക്കൻ മന്തി. ഓ പ്രിയപ്പെട്ടവരെ, ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് മുസ്ലിമീങ്ങളെ, നാം ആരോഗ്യപരമായി ക്ഷയിക്കുമ്പോൾ, നാം സാമ്പത്തികമായി തളരുമ്പോൾ, നമ്മെ കാർന്ന് തിന്നാൻ കാത്തു നിൽക്കുന്നവരെ കുറിച്ച് ഓർമ്മയില്ലാതെ പോകണ്ട. അള്ളാന്റെ റസൂല് റഹ്മത്തിന്റെ നബിയാണ്. ആ റഹ്മത്തിന്റെ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ എരന്ന് ജീവിക്കുന്നവരാകരുത്, നിങ്ങൾക്ക് കൈകൊണ്ട് അധ്വാനിച്ച സമ്പാദ്യം വേണേ. നിങ്ങൾ ആരോഗ്യമില്ലാതെ മറ്റൊരാളെ താങ്ങുന്നതാണലുമായിട്ട് നിൽക്കുന്ന ആളുകളാവരുത്, മറ്റൊരാളെ നിങ്ങൾ ഭാരമാകുന്ന തരത്തിലാവരുത്. നിങ്ങൾ ആരോഗ്യമുള്ളവരാവണേ. ഇസ്ലാമിന്റെ റഹ്മത്ത്, മുത്തുനബിന്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ പഠിക്കണ്ടേ നമ്മൾ? റഹ്മത്ത് എന്താ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതൊക്കെ പഠിപ്പിച്ചുകൊണ്ടുള്ള മക്കളും കുടുംബവും. അല്ലാഹു റബ്ബി, റഹ്മത്തിന്റെ കുടുംബം. ഇന്നിപ്പോ നമ്മളെ കുട്ടികളെ വിഷയം, ഞാനിപ്പോ ആരോടും എന്താ മക്കളെ വിവരം എന്ന് ചോദിക്കലില്ല. മക്കളെ വിവരം എന്താണെന്ന് വാപ്പാരോടും ഉമ്മാരോടും ചോദിക്കലില്ല. എന്താ ചോദിച്ചാ തുടങ്ങണത് കുട്ടികളെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് അല്ലേ? എല്ലാരും മക്കളെ കാര്യം, ഉസ്താദെ കുട്ടികളെ കാര്യം നിങ്ങൾക്ക് അറിയില്ലേ? ഒറ്റൊന്നും ലെവലില്ല, ഒറ്റ കുട്ടിയും ലെവലില്ല. കുട്ടികളെ കുറ്റപ്പെടുത്തുകയാണ് മാതാപിതാക്കളൊക്കെ അല്ലേ? ഓ പ്രിയപ്പെട്ടവരെ, ഒരു തലമുറയെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ശപിക്കണത്? നമ്മളെ മക്കളല്ലേ? മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക, കുറ്റപ്പെടുത്തലല്ല. പടച്ചോനെ എൻ്റെ മക്കളെ നന്നാക്കണേ, അള്ളാഹു എൻ്റെ മോളാണ്, ആ മോളെ നന്നാക്കി തരണേ, എൻ്റെ മോനെ നന്നാക്കണേ എന്ന് ദുആ ചെയ്യണം മാതാപിതാക്കൾ. അള്ളാഹുവിന്റെ റസൂല് കുട്ടികളെ വളർത്തിയത് എങ്ങനെയാണെന്നറിയോ? കുട്ടികൾക്ക് നല്ല സ്നേഹം കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വാപ്പ എന്ന നിലയ്ക്ക് 7 കുട്ടികളെ വാപ്പയാണ് മുത്തുനബി. 7 കുട്ടികളുടെ വാപ്പയാണ്. അല്ലാഹു റബ്ബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖദീജ ബീവിയിൽ മക്കൾ ജനിച്ചു 6 എണ്ണം. ആ 6 മക്കൾ ജനിച്ചപ്പോൾ ഒന്ന് ഖാസിം റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിൽ വഫാത്തായി. 2 അബ്ദുള്ള റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിൽ വഫാത്തായി. ഈ നബി തങ്ങൾക്ക് മൂന്നാമത്തെ പിന്നെ ജനിച്ചിരിക്കുന്ന മൂത്ത മോള് സൈനബ ബീവി റളിയല്ലാഹു അൻഹ മദീനത്ത് നിന്ന് വഫാത്തായി. ബഹുമാനപ്പെട്ട റുഖയ്യ റളിയല്ലാഹു അൻഹ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ഭാര്യയാണ്. ഹിജ്റ 2-ാം വർഷം ബദറിന്റെ സമയത്ത് വഫാത്തായി. ബഹുമാനപ്പെട്ട ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ വഫാത്തായി. നബി തങ്ങൾ വഫാത്താകുമ്പോൾ ഒരൊറ്റ മോള് മാത്രമേ ഉള്ളൂ. അതാരാ? ഫാത്തിമ ബീവി. ബാക്കിയുള്ള കുട്ടികളൊക്കെ നേരത്തെ. ഓർത്തു നോക്കൂ നിങ്ങൾ, നബി തങ്ങളാകുന്ന പിതാവ്
എങ്ങനെയാണ് മക്കളെ പോറ്റിയത്, ജീവിച്ചത്? കുട്ടികളെ റസൂലുള്ളാഹി തങ്ങൾ സ്നേഹിച്ച് കീഴടക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികൾ എന്താക്കി? വാത്സല്യത്തിൽ. ഒരിക്കലൊരു സംഭവം പറയാം. നബി തങ്ങളെ വീട്ടില് ഒരു ചെറുപ്പക്കാരൻ നബി തങ്ങളെ കാണാൻ വേണ്ടി വന്നിട്ട് മുറ്റത്ത് വന്നിട്ട് യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചു. വിളിച്ചപ്പോൾ നബി തങ്ങൾ പുറത്തേക്ക് വന്നില്ല. സാധാരണ വേഗം വരുന്നതാ, വന്നില്ല. നമ്മളൊരു വീട്ടിൽ പോയി ബെല്ലടിച്ചിട്ട് ആള് വരുന്നില്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും? അപ്പൊ തന്നെ പിന്നെ അടിക്കൂലേ? നിങ്ങളൊന്ന് നേര് പറഞ്ഞാണ്. ഒരു ബെല്ലടിച്ചു, അല്ല അപ്പൊ തന്നെ രണ്ടാമത് അടിക്കൂലേ? അപ്പൊ തന്നെ മൂന്നാമത് അടിക്കൂലേ? അപ്പൊ തന്നെ പിന്നെ അടിക്കൂലേ? അല്ലാഹു റബ്ബി, നമുക്കൊരു ക്ഷമല്ല. പിന്നെ അടിച്ച് അല്ലാ. നാളെ ഒരു വീട്ടില് ഒരു കാറിൽ 4 ആള് പോയി ഇറങ്ങി. ഒരാൾ ബെല്ലടിച്ചു, ആരും വന്നില്ല. രണ്ടാമത് അടിച്ചു, ആരും വന്നില്ല. മൂന്നാമത് ഇങ്ങനെ ബെല്ലുമ്മൽ സ്വിച്ച് വെച്ചിട്ട് കർന്ന് പറഞ്ഞ അടിക്കന്നെ. കൈയടിക്കാതെ അടിച്ചാ പിന്നെ ഉള്ളില്. അപ്പൊ ഒരു ചെറിയൊരു കുട്ടി ആർക്ക പുറത്ത് പിരാന്തന്മാർ വന്നിക്കണം എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി മെല്ലെ വാതിൽ തുറന്നിട്ട് ഇങ്ങനെ നോക്കി, ആരാ ഈ ബെല്ലടിച്ചത്? ആ ചെറിയ കുട്ടി ഇങ്ങനെ നോക്കിയപ്പോ ഈ ബെല്ലടിച്ചാക്ക് ദേഷ്യം പിടിച്ചു. അയാൾ ചോദിച്ചു, ഈ ഏറൊക്കെ എറിഞ്ഞിട്ട് കണ്ണിയാങ്ങിയാ വീണെന്ന് ചോദിച്ചു. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ പിന്നെയും ബെല്ലടിക്കും. നമ്മളെ വീടുകളിലൊക്കെ ഒരാൾ വന്നാൽ നമുക്ക് പെരുമാറ്റ ശാസ്ത്രമല്ലല്ലോ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്ന പെരുമാറ്റ ശാസ്ത്രം നോക്ക് നിങ്ങൾ. എങ്ങനെയാ മുത്തനബി പഠിപ്പിക്കണത്? നമ്മളൊരു വീട്ടിൽ വിളിച്ചാൽ ഒന്ന് കാത്തു നിൽക്കണം. ഒരു വീട്ടിൻ്റെ അകത്ത് നിസ്കരിക്കാതിരിക്കാം, ബാത്റൂമിലായിരിക്കാം, അല്ലേ? ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. അതിനല്ലേ ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെന്നാൽ ഒരു പെരുമാറ്റ ശാസ്ത്രമുണ്ട്. ബെല്ലടിച്ച് പിന്നെ അടിച്ച് അതല്ല. പിന്നെന്താ വേണ്ടത്? അള്ളാഹുവിന്റെ റസൂല് ഒരു വിളിച്ചാൽ 4 റക്അത്ത് നിസ്കരിക്കണ സമയം കഴിഞ്ഞിട്ട് നബി തങ്ങൾ രണ്ടാമത് വിളിക്കുള്ളൂ. കണ്ട നിങ്ങൾ ഇതിന്റെ മര്യാദ? നമ്മളെ വീട്ടിലും ഇതിന് മര്യാദക്ക് സ്ഥലമുണ്ട്, അല്ലേ? നമ്മളെ വീടുകളൊക്കെ നോക്കാട്ടെ. നിങ്ങൾ എഞ്ചിനീയർ വീടുണ്ടാക്കി തന്നപ്പോൾ അവിടെ നിങ്ങോട്ട് കൂട്ടിക്കോളി. അപ്പുറത്ത് കിച്ചന്റെ അപ്പുറത്ത് ഡൈനിങ് ഹാള്, ഇപ്പുറത്ത് ബെഡ്റൂം, അല്ലേ? അപ്പുറത്ത് ഓഫീസ് റൂം. ഇനി പുറത്തിറങ്ങിയാൽ അതിന്റെ സ്ഥലം എന്താ പേര്? പറഞ്ഞോളി, ഇത്ര ബേജാറാകാൻ നിൽക്കാണ്. സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ടിന്റെ മൈനെന്ന് വെച്ചോക്കാണ്. എന്താ സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ? സിറ്റ് ഔട്ടിന്റെ അർത്ഥം എന്താ? സിറ്റ് ഔട്ട്, പുറത്ത് കുറച്ചു നേരം വിശ്രമിക്കുക. അതാരോടാ? ആ വീട്ടിൽ താമസിക്കുന്നവരോടൊക്കെ പുറത്തിറങ്ങി ഇരുന്നോളിന്നാണോ സിറ്റ് ഔട്ടിന്റെ അർത്ഥം? നിങ്ങളെല്ലാവരും പുറത്തിറങ്ങി ഇരുന്നോളിന്നാ സിറ്റ് ഔട്ട്. പുറത്തുനിന്ന് വന്ന ഒരാളോട് സിറ്റ് ഔട്ട്, പുറത്ത് കുറച്ച് വിശ്രമിക്കാം. ഒരു ബെല്ലടിച്ചിട്ട് ആ പുറത്തൊരു 3 ചെയറും ഒരു ഫാനും ഒക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ആ ഫാൻ ഓൺ ചെയ്യുക, ആ ചെയറിൽ അവിടെ ഇരിക്കുക. ഒരു ബെല്ലടിച്ച് കണ്ട് അവിടെ ഇരിക്കുക. സിറ്റ് ഔട്ട്, പുറത്ത് വിശ്രമിക്കുക. അല്ലാതെ അടിച്ച് പിന്നെ അടിച്ച് യാ റബ്ബേ. ആ വീട്ടിലൊരു ചങ്ങായി ഉറക്കം വരാത്ത വാപ്പ സുഖമില്ലാതെ കിടക്കുന്നുണ്ട്. എൻ്റെ ഈ ബെല്ലടി കേട്ടിട്ട് അയാൾ ഉണർന്നു. അയാൾക്ക് ഞാൻ അന്ന് ഉറക്കില്ല. ഒരു കുട്ടി മുലപ്പാൽ കുടിച്ചാൽ അപ്പാണ് ഉറങ്ങിയിട്ടുള്ളൂ. നിങ്ങളെ ബെല്ലടി കേട്ടിട്ട് ആ കുട്ടി ഉണർന്ന്. അല്ലാഹു റബ്ബി. ഒരാൾ ബാത്റൂമിലാണ്. അയാൾ ബാത്റൂമിൽ ഇരുന്ന ഉടനെ തുടങ്ങി ബെല്ലടിക്കല്. അടിക്കാൻ. അയാൾക്ക് എന്ത് ചെയ്യണം? ഒരാൾ നിസ്കരിക്കാൻ നിന്നതാ. ആ നിസ്കരിക്കാൻ നിന്ന ആള് പടച്ചോനെ, ഞാൻ നിസ്കാരം കൈ കെട്ട് കഴിച്ചിട്ട് പോയി തുറന്നു നോക്കണം. ആരായി വന്നിക്കണത്? വല്ല ഫയർ ഫോഴ്സുകാരാണ്. അടിക്കാൻ. എന്താ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട്ടിൽ വന്നിട്ട് ഒരാൾ വിളിച്ചു. നബി തങ്ങൾ വീട്ടിൽ നിന്ന് പുറത്ത് വരാത്തപ്പോൾ അദ്ദേഹം ഈത്തപ്പനയുടെ ഓല കൊണ്ട് കെട്ടിയുണ്ടാക്കിയ വീടാണ് മുത്തനബിൻ്റെത്. നമ്മളെപ്പോലത്തെ വീടല്ലല്ലോ. ആദ്യത്തെ മദീനത്തെ വീട് എന്ന് പറഞ്ഞാൽ മദീന പള്ളി 70 മുഴം നീളത്തിലും 70 മുഴം വീതിയിലും. അതാണ് ആദ്യത്തെ മദീന പള്ളി. അതിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ ചെരിച്ച് കെട്ടിയിട്ട്, ഈത്തപ്പന ഓല കൊണ്ട് ഇങ്ങനെ ചെരിച്ച് കെട്ടിയിട്ട് അത് ഡിവൈഡ് ചെയ്തിട്ട് ഇത് ആയിഷ ബീവി, അത് സൗദ ബീവി, അത് ഉമ്മു സലമ ബീവി, അങ്ങനെയാണ് മുത്തനബിന്റെ ഭാര്യമാര്. അപ്പോൾ ഒരു സ്വഹാബി പോയിട്ട് വീട്ടുമുറ്റത്ത് പോയി വിളിച്ചിട്ട് നോക്കുമ്പോൾ റസൂലുള്ളാഹി പുറത്തു വരുന്നത് കാണുന്നില്ല. അപ്പൊ അദ്ദേഹം ഈ ഈത്തപ്പന ഓലയുടെ ഉള്ളിൽ കൂടെ അങ്ങനെ നോക്കി, നബി തങ്ങൾ എന്താ വരാത്തത്? അപ്പൊ അദ്ദേഹം ഒരു അത്ഭുതം കാണുകയാണ്. എന്താ കാണുന്നത്? അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിലെ 3 പേരക്കുട്ടികളുണ്ട്. ആരാ 3 പേരക്കുട്ടികള്? ഒന്ന് ഫാത്തിമ ബീവിന്റെ 2 മക്കള്, ഒന്ന് സൈനബ ബീവിന്റെ 1 കുട്ടി. 3 മക്കളെ റസൂലുള്ളാഹി കളിപ്പിക്കാണ്. എന്താ കളി? റസൂലുള്ളാഹിയും കുട്ടികളും തമ്മിൽ കളിക്കണത് എങ്ങനെയാണെന്നറിയോ? ഇങ്ങനെ കളിക്കണത്, റസൂലുള്ളാഹി ഇങ്ങനെ സുജൂദ് കിടക്കുക. നബി തങ്ങൾ സുജൂദിൽ ഇങ്ങനെ കടന്നിട്ട് 2 കുട്ടികൾ റസൂലുള്ളാഹിന്റെ പുറത്ത് കയറി ഇരുന്നിക്കണ്. ബൈക്കമ്മ കാര്യമായി
2 കുട്ടികൾ പുറത്ത് കയറി ഇരുന്നിക്കണേ, 3ാമത്തെ കുട്ടിയും കൂടി കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ മത്സരിക്കുക. ഇത് കണ്ടുകൊണ്ടാണ് പുറത്ത് നിന്ന് ആ സ്വഹാബി കാണുന്നത്. ഓ മക്കളെ പോറ്റുന്ന മാതാപിതാക്കളെ, മാതാവും പിതാവും ആകുക എന്നുള്ളത് ഒരു യോഗ്യതയല്ല, രക്ഷിതാവാകുക എന്നുള്ളതാണ് യോഗ്യത. ത്വാഹ റസൂലുള്ളാഹ്. മക്കളെ കുറ്റപ്പെടുത്തിയിട്ട് ആക്ഷേപിക്കല്ലേ. വാപ്പയും ഉമ്മയും മക്കൾക്കൊപ്പം നിന്നോ? മക്കളെ പോറ്റിയോ? മക്കളെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ? ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, മക്കൾ മൊബൈൽ കളിക്കണേ നിങ്ങൾക്ക് പരാതി ഉണ്ടോ? അല്ലേ ഉണ്ട്. എന്നാ ഒരു കാര്യം ചെയ്യും, നിങ്ങളവിടെ ഇരിക്കും. നിങ്ങളും ഞാനൊക്കെ കുട്ടിയാണ് കാലത്ത് കളിച്ച ഒരു കളി പറഞ്ഞാണ് ഒന്ന് കോട്ടി കളിച്ച. ഇപ്പൊ കോട്ടികളി ഉണ്ടോ? കോട്ടി കളിക്കലില്ലേ? അപ്പൊ ഇപ്പൊ കോട്ടികളി ഉണ്ടോ? ഇല്ല. ശരി, നമ്മൾ കളിച്ച മറ്റൊരു കളി പമ്പരം കളിക്കുക, അത് ഇപ്പൊ ഉണ്ടോ? ഇല്ല. നമ്മൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പുറത്തെ പള്ളിക്കുളത്തിലോ അമ്പലക്കുളത്തിലോ ആ പാടത്തെ കുളത്തിലോ പോയിട്ട് കുളത്തിൽ പോയി നീന്തിനി, ആ കുളപ്പുണ്ടോ? ഉണ്ടോ? ഈ കുട്ടികളിനി എന്ത് ചെയ്യണം? ആരെ ഈ കുളം ഇല്ലാതെയാക്കിയത്? ആരെ ഈ കളിയൊക്കെ ഇല്ലാതെയാക്കിയത്? എന്നാ ഏതെങ്കിലും മഹല്ല് കമ്മിറ്റി 1 ഏക്കർ സ്ഥലം വാങ്ങിയിട്ട് കുട്ടികൾക്ക് കളിക്കാൻ ഒരു സ്ഥലം ഉണ്ടാക്കി വെച്ചേക്കണം. നമ്മളെ മഹല്ലത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? നിങ്ങൾ ഉണ്ടാതൊക്കെ അല്ലേ. കുട്ടികൾ മൊബൈൽ കളിക്കണേന് എല്ലാവർക്കും പരാതി. ഉസ്താദന്മാരൊക്കെ പരാതിയിൽ മുന്നിലാണ്, നിങ്ങൾ മാത്രമൊന്നല്ല. ഞങ്ങളൊക്കെ അതിൻ്റെ ആൾക്കാരിനെ, പരാതിൻ്റെ ആൾക്കാർ. മുത്തഅല്ലിമീങ്ങളൊക്കെ അങ്ങേറ്റത്തെ വളവ് ഓടിച്ചു പോയി. നമ്മളൊക്കെ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളോട് വലിയ ഉസ്താദന്മാരെന്താക്കി? മൊബൈൽ വാങ്ങി വെച്ചു. അപ്പോൾ കുട്ടികൾ വളവ് ഓടിച്ചു. ഒക്കെ എല്ലാവർക്കും 2 മൊബൈലാണ്, ഒന്ന് ഉസ്താദ് ചോദിച്ചാൽ കൊടുക്കാനും ഒന്ന് വെൽക്ക് നോക്കാനും. ഒരു ചിരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെയല്ലേ മക്കളെ? കുഴപ്പമൊന്നുമില്ല. അതാവുന്നത് ആരാ വളവ് ഓടിക്കാത്തപ്പോ? ഇപ്പം നമ്മളാ ഖത്തറിലൊരു പന്തളി ഉണ്ടല്ലോ. എന്ത് പന്തളി? എന്തേലും മക്കളാ കളി? അതെ, പാപ്പാരും ഉണ്ടാകുന്നോട്ടെ, നിങ്ങൾ പറഞ്ഞോളി. ആ ഖത്തറിലെ പന്തളി ഉണ്ടായപ്പോ എന്നോട് നമ്മളെ മജ്മഅയിൽ 510 മുത്തഅല്ലിമീങ്ങളും ഹാഫിളുകളും ഒക്കെ പറയുന്നുണ്ട്. 100 പെൺകുട്ടികളും 410 ആൺകുട്ടികളും. ഉസ്താദന്മാരൊക്കെ പറഞ്ഞു, ഉസ്താദെ നമുക്ക് ഇവരൊക്കെ മൊബൈലൊക്കെ വാങ്ങി വെക്കാണ്ട് ഇതാക്കണം, മറ്റാക്കണം, മറിച്ചാക്കണം എന്നൊക്കെ പറഞ്ഞു. എന്തേന്ന് ചോദിച്ചു. അത് പന്തളിയാണോ? ഞാൻ പറഞ്ഞു, എന്താ നിങ്ങൾ ഈ പറയുന്നത്? നമ്മളിവിടെ ഉള്ള ഒരു 100 കുട്ടികൾ പന്തളി കണ്ടില്ലാന്ന് വിചാരിച്ചിട്ട് എന്താ ഇപ്പൊ വരാൻ പോണത്? ഒരു കണ്ടാ എന്താ വരാൻ പോണത്? കണ്ടില്ലെങ്കിൽ എന്താ വരാൻ പോണത്? ഇവര് മാത്രം കണ്ടിട്ടില്ലെങ്കിൽ പോലെ വാപ്പാര് വരി കുത്തിരുന്ന് കാണുകയാണ്, പോലെ അമ്മമാര് അയിരാളെ കാണുകയാണ്, പോലെ ജ്യേഷ്ഠന്മാരും കാണുകയാണ്, പോലെ അനുജന്മാരും കാണുകയാണ്. ഈ കുട്ടികൾ സ്കൂളിലേക്ക് പോകണം, സ്കൂളിലുള്ള ബാക്കിയുള്ളവരൊക്കെ കാണുകയാണ്. നാളെ രാവിലെ അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് ഈ കുട്ടികൾ പോകുമ്പോൾ ഇവരല്ലാത്തവരൊക്കെ കണ്ടുകയാണ്. നമ്മളെ കുട്ടികൾ സഭയിൽ എന്താകാണ്? ഞാൻ പറഞ്ഞു ഉസ്താദന്മാരോട്, മെയിൻ കളിക്കണ സമയത്ത് ഒരു 2 മണിക്കൂർ കുട്ടികൾ കണ്ടോട്ടെയാണ്. അതുകൊണ്ട് ഒരു കാര്യം കിട്ടി, ആ 2 മണിക്കൂർ മാത്രമേ കണ്ടതുള്ളൂ. ബാക്കി 22 മണിക്കൂർ കുട്ടികളെ നമുക്ക് കിട്ടി. അല്ലെങ്കിൽ കുട്ടികൾ 24 മണിക്കൂറും കാണൂല. നമ്മൾ കുട്ടികളെ കുറ്റപ്പെടുത്താണ്. എന്നാ മഹല്ല് കമ്മിറ്റിയൊക്കെ ഒരുങ്ങി, നമ്മൾ കുളം നമ്മൾ തൂർത്തു, കോട്ടികളില്ല, പമ്പരകളില്ല, ഒരു കളിയില്ല. ഈ കുട്ടികൾക്ക് കളിക്കണ്ടേ ഒരു പ്രായത്ത്? എന്നാ പിന്നെ ഹലാലായ കളി കാണിച്ചു കൊടുക്കാൻ ഇവിടെ ഒരു ഗ്രൗണ്ട് നമ്മളെ മഹല്ല് കമ്മിറ്റിന്റെ കീഴിലുണ്ടോ? അല്ലെങ്കിൽ നമ്മളേതെങ്കിലും പ്രസ്ഥാനത്തിന്റെ കീഴിലുണ്ടോ? കുട്ടികൾക്കോട്ട് കളിക്കാനും പാടില്ല. പിന്നെ കുട്ടികൾ എന്ത് ചെയ്യും? കുട്ടികളിങ്ങനെ കുളം 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 കുളം. അല്ലാഹു റബ്ബി, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയുന്നു, അതാത് കാലത്ത് വളരുന്ന മക്കൾക്ക് ആവശ്യമുള്ളത് കൊടുക്കണം. വാപ്പ മോന്റെ കയ്യും പിടിച്ചിട്ട് ഇങ്ങനെ നടക്കണം സുബഹി നിസ്കരിക്കാൻ പള്ളിക്കക്ക്. വാപ്പ മോന്റെ കയ്യും പിടിച്ചിട്ട് ഇങ്ങനെ പോണം ജുമാ നിസ്കരിക്കാൻ പള്ളിക്കക്ക്. ഉമ്മ മോളെ കയ്യും പിടിച്ചിട്ട് ഇങ്ങനെ നടക്കണം. അപ്പോഴാണ് ഉമ്മാക്ക് തളർച്ച വന്നു, ഉമ്മാക്ക് വാപ്പാക്ക് നടക്കാൻ പറ്റാതായി. അന്ന് ഈ കുഞ്ഞു ഓർക്കും, പടച്ചോനെ അന്ന് എനിക്ക് നടക്കാൻ വയ്യാത്തപ്പോ എന്റെ വാപ്പ കയ്യും പിടിച്ചുകൊണ്ട് നടന്നത്. അതാ കുട്ടിന്റെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരും. തീർച്ചയായും കൊടുത്താൽ തിരിച്ചു കിട്ടും, കൊടുത്താൽ തിരിച്ചു കിട്ടും. നിങ്ങൾക്ക് കുറുക്കനെ പിടിക്കണം. ഒരു കോഴി കുറുക്കനെ കൊടുക്കാൻ തയ്യാറാണ്. ഒരു കോഴിയാണ് പോട്ടെ എന്ന് വെക്കാം, എന്നെങ്കിലേ കുറുക്കനെ പിടിച്ചാൻ കിട്ടുള്ളൂ. നിങ്ങൾക്ക് നരിനെ പിടിക്കണം. ഒരു കുറുക്കനെ നരിക്ക് കൊടുക്കാൻ തീരുമാനിക്കാം, എന്നെങ്കിലേ നരിനെ കിട്ടുള്ളൂ. ഒരാടിനെ നരിക്ക് കൊടുക്കാൻ തീരുമാനിച്ചാൽ നരിനെ പിടിക്കാൻ കിട്ടും. കൊടുത്തത് തിരിച്ചു കിട്ടും. വാപ്പമാരെ മക്കൾക്ക് വാത്സല്യം കൊടുക്കുക,
മക്കൾക്ക് സ്നേഹം കൊടുക്കുക. ഭർത്താക്കന്മാരെ ഭാര്യമാർക്ക് നല്ല സ്നേഹം കൊടുക്കുക. ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് നല്ല അനുസരണം കൊടുക്കുക. കൊടുത്തത് തിരിച്ചു കിട്ടും, കൊടുത്തത് തിരിച്ചു കിട്ടും. ഭാര്യമാർ ഭർത്താക്കന്മാരെ നല്ല പോലെ ബഹുമാനിക്കണം, അനുസരിക്കണം. ഭർത്താക്കന്മാർ നല്ല പോലെ ഭാര്യമാരെ സ്നേഹിക്കണം. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യമാരെ വിളിക്കുന്നത് എങ്ങനെ? ആയിഷൂ എന്ന റസൂലുള്ള വിളിക്കാം, ആയിഷൂ എന്ന റസൂലുള്ള വിളിക്കാം. ഇന്ന മലപ്പുറത്തൊക്കെ ആൾക്കാർ വിളിക്കണം എങ്ങനെ? ആയിഷ. നബി തങ്ങൾ ആ വിളി തന്നെ ആയിഷൂ സമ്മിലൂനി ഖദീജൂ. എന്തൊരു ഐശ്വര്യമാണ് ആ വിളി, എന്തൊരു ലാളിത്യമാണത്. അല്ലാഹു റബ്ബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രായം 63 എത്തിയപ്പോഴും നബി തങ്ങൾ ഭാര്യമാർക്കൊപ്പം ചിരിക്കുന്നു, കളിക്കുന്നു, ഒഴിഞ്ഞ് സംസാരിക്കുന്നു. ആയിഷ ബീവിയോട് ചോദിച്ചല്ലോ, ഉമ്മ നബി തങ്ങൾ വീട്ടിൻ്റെ അകത്തെ രീതി എന്താണ്? ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി തങ്ങൾ ഏറ്റവും നല്ല കുടുംബനാഥനാണ്. എന്താണ്? വീട്ടുകാര്യങ്ങളിലൊക്കെ നബി തങ്ങൾ ഞങ്ങളെ സഹായിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ആയിഷ ബീവി ഇങ്ങനെ എന്താക്കാണ്? ടൈൽസ് ഒക്കെ ക്ലീൻ ആക്കാണ്. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ആയിഷ ബീവി നിലത്തൊക്കെ അടിച്ച് വൃത്തിയാക്കാണ്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ എന്ത് ചെയ്തു? ആ പൊടി തട്ടണ, ആ മാറാല തട്ടണ ചൂലുണ്ടല്ലോ അല്ലേ, അതെടുത്തിട്ട് റസൂലുള്ള അതൊക്കെ തട്ടാൻ കൂടി കൊടുത്തു. അപ്പൊ റസൂലുള്ള ആ മാറാലൊക്കെ തട്ടിക്കൊടുക്കുക, ആയിഷ ബീവി അടിയിലൊക്കെ വൃത്തിയാക്കാം. നമ്മളെ ഭാഷയിൽ പറഞ്ഞു. റസൂലുള്ളാഹി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആയിഷ ബീവി ഭക്ഷണം പാകം ചെയ്തു, അത് മേശമൊക്കെ എടുത്തു വെച്ചുകൊണ്ട് വളമ്പി റെഡിയാക്കി റസൂലുള്ളാഹി ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചുകൊണ്ട് ആയിഷ ബീബി പറഞ്ഞു, വീട്ടുകാര്യങ്ങളിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഞങ്ങളെ സഹായിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ നോക്കൂ നിങ്ങൾ, ഒരാഴ്ച സമയം റസൂലുള്ളാഹിന്റെ വീട്ടിൽ തീ കത്തിച്ചില്ല. ചായയില്ല, കാപ്പിയില്ല, കഞ്ഞിയില്ല, ചോറില്ല, പായസമില്ല, ഒരു സാധനമല്ല. സുബ്ഹാനല്ലാഹ്, അറബികൾക്ക് എപ്പോഴെങ്കിലും കഴിക്കാൻ കിട്ടുന്ന ഈത്തപ്പഴം അതുപോലും ഇല്ല. ഒരു ഈത്തപ്പഴത്തിന്റെ കീറുകൊണ്ട് ചുണ്ടിങ്ങനെ നനച്ചിട്ട് ചങ്ക് നനച്ചിട്ട് പോണ അവസ്ഥ. അപ്പൊ ഒരു പ്രത്യേക സാഹചര്യത്തിൽ റസൂലുള്ളാഹിന്റെ 9 ഭാര്യമാര് അവരെ വിളിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങളിങ്ങനെ പട്ടിണി കടന്ന് ജീവിക്കണോ? നിങ്ങൾക്ക് സുഖം തേടിക്കൊണ്ട് പോണ താല്പര്യമുണ്ടോ? രാജാക്കന്മാർക്ക് ഭാര്യമാരായി നിൽക്കാം, നല്ല കഴിവുള്ളവർക്ക് ഭാര്യമാരായി നിൽക്കാം. നിങ്ങളെ എല്ലാം ത്വലാഖ് ചൊല്ലി നിങ്ങളെ വഴി ഒഴിവാക്കി തന്ന് നിങ്ങൾക്ക് സുഖലോലുപതയിൽ കഴിയാൻ ഞാൻ സാഹചര്യം ഒരുക്കി തരട്ടെ എന്ന് മുത്തുനബി 9 ഭാര്യമാരോട് ഒരാഴ്ച ഭക്ഷണം കിട്ടാത്ത സമയത്ത് റസൂലുള്ളാഹി ചോദിച്ചു. റസൂലുള്ളാഹിന്റെ വീട്ടിൽ ദിവസങ്ങളായിട്ട് തീ കത്തിച്ചിട്ടില്ല. ആ സമയത്ത് റസൂലുള്ളാഹി ഭാര്യമാരോട് ചോദിച്ചു, നിങ്ങളെയൊക്കെ ഞാൻ സ്വതന്ത്രരാക്കി തരാം, നല്ല കഴിവുള്ളവരോട് കൂടെ ജീവിച്ചാൽ നിങ്ങൾക്ക് പട്ടിണി കിടക്കേണ്ടി വരില്ല. എല്ലാ ഭാര്യമാരും മുത്തുനബിയോട് പറഞ്ഞത് എന്താ? നബിയേ, തങ്ങളെ വിട്ടുകൊണ്ട്, തങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് എവിടെ പോകാനും, ഒരു കൊല്ലം ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിലും തങ്ങളെ വിട്ടുകൊണ്ട് പോകാൻ ഞങ്ങളാരും തയ്യാറില്ല നബിയേ. നബി തങ്ങൾ ഭാര്യമാരെ മനസ്സിലാ ജീവിക്കണത്, ഭാര്യമാർ റസൂലുള്ളാഹിന്റെ മനസ്സിലാ ജീവിക്കണത്. നമ്മളെ കുടുംബ ജീവിതത്തിൽ മുത്തുനബിയുടെ റഹ്മത്ത്, കുടുംബ ജീവിതത്തിൽ, മക്കളെ ജീവിതത്തിൽ. ഇത് ഇന്നാള് ജുമാഅത്ത് പള്ളിക്കുന്ന ഒരു മൗലവി വഅദ് പറഞ്ഞു. അയാൾ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞേ, ഈ ഭാര്യമാർ തന്നെയാണ് സ്വർഗത്തിലും ഉണ്ടാകുക. അപ്പൊ ഒരാൾ നീച്ചിട്ട് എന്നാ ഞാനാണ്ടില്ല കേട്ടോ. നമ്മളെ നാട്ടിലെ ഭാര്യ ഭർത്തൃ ജീവിതത്തിന്റെ രീതിയാണിത്. അല്ലാഹു റബ്ബി. ഓ പ്രിയപ്പെട്ടവരെ, മുത്തുനബിയുടെ പെരുമാറ്റ ശാസ്ത്രമാണ് പഠിക്കേണ്ടത് നമ്മൾ. പ്രായമുള്ളവരോട്, ഭാര്യമാരോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മക്കളോട്, എല്ലാവരോടും. ഒരിക്കൽ റസൂലുള്ളാഹിയും ഒരു ചെറു സംഘം സ്വഹാബാക്കളും ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഇരിക്കുന്ന സമയത്ത് ഒരു സ്വഹാബിയുടെ അടുക്കലേക്ക് ഒരു ചെറിയ കുട്ടി വന്നു, ഒരു ചെറിയ കുട്ടി. ആ കുട്ടി വന്നപ്പോൾ ആ സ്വഹാബി കുട്ടിനെ എടുത്ത് ഓമനിച്ച് ഒന്ന് ചുംബിച്ച് മടിയിലിരുത്തി. ഇത് റസൂലുള്ളാഹി ശ്രദ്ധിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാമതൊരു കുട്ടി വന്നു. രണ്ടാമതൊരു കുട്ടി വന്നപ്പോൾ ആ കുട്ടിനെ വാപ്പ എന്ത് ചെയ്തു? ആ കുട്ടിനെ വാപ്പ അവിടെ നിലത്ത് അവിടെ ഇരുത്തി, പിടിച്ച് അവിടെ ഇരുത്തി. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ആ വാപ്പാനോട് ചോദിക്കുന്നുണ്ട്,
നിങ്ങൾക്ക് അള്ളാഹു നൽകിയ 2 മക്കൾക്കിടയിൽ നീതി പാലിക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോയോ? ഈ 2 മക്കൾക്കിടയിൽ നീതി പാലിക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോയോ? റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട്. വാപ്പാരും ഉമ്മാരും മക്കളെ പോറ്റുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, നിങ്ങൾ ആ കുട്ടിയെ മടിയിലിരുത്തി ചുംബിച്ചു, എന്റെ 2ാമത്തെ കുട്ടിക്ക് ആ ചുംബനം കൊടുക്കാതിരുന്നത്? അപ്പൊ ചെറുപ്പത്തിൽ തന്നെ കുട്ടിക്ക് തോന്നുകയാണ്, വാപ്പാക്ക് എന്നോട് ഇഷ്ടമില്ല, ഉമ്മാക്ക് എന്നോട് ഇഷ്ടമില്ല. മക്കൾക്കിടയിൽ ഏറ്റ വ്യത്യാസം കാണിക്കരുത്, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, മനുഷ്യൻ എല്ലാ സമയത്തും ഒരുപോലെയല്ല, ഓരോ സന്ദർഭങ്ങളിൽ അതനുസരിച്ച് വേണം.